KSRTC ഡ്രൈവറുമായുള്ള തർക്കത്തിൽ MLA സച്ചിൻ ദേവിനെതിരെ സാക്ഷിമൊഴി. MLA ബസ്സിനകത്ത് കയറുകയും തമ്പാനൂർ ഡിപ്പോയിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തുവെന്ന് കണ്ടക്ടറും യാത്രക്കാരും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ബസ്സിലിരുന്ന് ഡ്രൈവർ ആംഗ്യം കാണിച്ചാൽ പിന്നിലെ കാറിലുള്ളവർക്ക് കാണാനാകുമോ എന്നറിയാൻ പോലീസ് സംഭവങ്ങൾ പുനരാവിഷ്കരിക്കുകയും ചെയ്തു. AV ജയശങ്കർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാറുണ്ട്. ജയശങ്കർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് MLA ബസ്സിനകത്ത് കയറുകയും ബസ് ഡിപ്പോയിലേക്ക് പോകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു എന്ന കണ്ടക്ടറുടെയും അതിലെ യാത്രക്കാരുടെയും സാക്ഷിമൊഴികളാണ്. ഈ കേസിന്റെ അന്വേഷണത്തിൽ എത്രത്തോളം നിർണായകമാണ് ഈ സാക്ഷിമൊഴികൾ? ഗോപികൃഷ്ണൻ, ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമാണ് ഈ സാക്ഷിമൊഴി. കാരണം ചട്ടവിരുദ്ധമായി MLA ബസ്സിൽ കയറിയെന്നും ബസ് ഡിപ്പോയിലേക്ക് എടുക്കാൻ ഡ്രൈവർക്ക് നിർദ്ദേശം നൽകിയെന്ന തരത്തിലാണ് നിലവിൽ ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതായത് കൃത്യമായി അധികാരമില്ലാതെ MLA എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് KSRTC ഡ്രൈവറോട് ഇത്തരത്തിലുള്ള ആക്രോശം നടത്തിയെന്ന ഉൾപ്പെടെയുള്ള ഇതിൻ്റെ വാദങ്ങളെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള മൊഴിയാണ് ബസ്സിൻ്റെ കണ്ടക്ടർ ഒപ്പം തന്നെ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരും തിരുവനന്തപുരം കണ്ടോൺമെൻറ് പോലീസിന് നൽകിയിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കണ്ടക്ടറുടെയും യാത്രക്കാരുടെയും മൊഴി രേഖപ്പെടുത്തി. ഒപ്പം തന്നെ ഇതിലെ മറ്റൊരു നിർണായക കാര്യം, ഈ കണ്ടക്ടർ ഈ MLA ബസ്സിൽ കയറിയ കാര്യം ബസ്സിൻ്റെ ലോക്ക് ഷീറ്റിലും കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകളെല്ലാം തന്നെ ഉണ്ട്. അന്വേഷണത്തിൻ്റെ തുടർഘട്ടങ്ങളിൽ ഈ മൊഴികൾ വളരെ നിർണായകമാണ്, ഈ രേഖകൾ നിർണായകമാണ്. MLAയുടെ ഭാഗത്തു നിന്നും ചട്ടവിരുദ്ധമായ ഇടപെടൽ ഉണ്ടായി എന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള തന്നെയാണ് മൊഴികൾ. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഈ അശ്ലീലാംഗ്യം കാട്ടിയതുമായി ബന്ധപ്പെട്ട പോലീസ് ഒരു ട്രയൽ നടത്തിയിരുന്നു. ഈ ബസ് ഈ കടന്നു വന്ന വഴികളിലൂടെയാണ് പോലീസ് ട്രയൽ റൺ നടത്തിയത്. ഈ ട്രയൽ റണ്ണിൽ ഈ ബസ്സിലിരുന്ന് അശ്ലീലാംഗ്യം കാണിച്ചാൽ കാറിലുള്ളവർക്ക് കാണാമെന്ന തരത്തിലാണ് പോലീസിൻ്റെ നിഗമനം. എന്തായാലും കുറച്ച് വൈകിയെങ്കിൽ പോലും ഈ മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ കന്റോൺമെൻറ് പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അപ്പോഴും ഈ മെമ്മറി കാർഡ്, കാണാതായ മെമ്മറി കാർഡ് എവിടെയെന്ന് കണ്ടെത്താൻ ഇതുവരെ തമ്പാനൂർ പോലീസിന് സാധിച്ചിട്ടില്ല. ഇതിൻ്റെ അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ KSRTC അന്വേഷണ റിപ്പോർട്ട് ഗതാഗത വകുപ്പ് മന്ത്രിക്ക് കൈമാറിയിട്ടില്ല. മന്ത്രി ആവശ്യത്തിന് സമയമെടുത്തോളൂ എന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ പോലും ഇത് ആഴ്ചകൾ പിന്നിട്ടിട്ട് പോലും ഈ റിപ്പോർട്ട് നൽകിയിട്ടില്ല. അതിനിടയിലാണ് കന്റോൺമെന്റ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവുമായി മുമ്പോട്ട് പോകുന്നത്. ഗോപികൃഷ്ണൻ, ശരി, ഇതിനകത്ത് ഈ അന്ന് നടന്ന സംഭവങ്ങളെ പുനരാവിഷ്കരിച്ചുകൊണ്ടാണല്ലോ പോലീസ് ഈ സംഭവത്തിലെ നിജസ്ഥിതിയെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ ബസ്സിലെ ഡ്രൈവർ ഒരു അശ്ലീലാംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ പുറകിൽ വരുന്ന കാറിൽ നിന്ന് ഉള്ളവർക്ക് അത് കാണാൻ കഴിയും എന്നാണോ പോലീസിന് ഈ സംഭവങ്ങളെ പുനരാവിഷ്കരിച്ചതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? കാരണം ആ കാര്യത്തിൽ ഒരു തർക്കം നിലനിന്നിരുന്നല്ലോ ജയശങ്കർ. അതായത് ഗോപികൃഷ്ണൻ, കഴിഞ്ഞ ദിവസം പോലീസ് ഇക്കാര്യം തന്നെയാണ് കൃത്യമായി പരിശോധിച്ചത്. കാരണം KSRTC ബസ്സിൽ വണ്ടി ഓടിക്കുന്നൊരു ഘട്ടത്തിൽ ഇത്തരത്തിൽ ഡ്രൈവർ ഏതെങ്കിലും തരത്തിലുള്ള ആംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നിലുള്ള ഇത്തരം വണ്ടികൾക്ക് കാണാൻ സാധിക്കുമെന്നാണ് പോലീസ് പരിശോധിച്ചത്. ഇതിലൂടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ അഭാവം പോലീസിൻ്റെ പക്കലുണ്ട്. കാരണം ഈ വണ്ടി യാത്ര ചെയ്തു വന്ന പല പ്രദേശങ്ങളിലെയും CCTV ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു. പക്ഷേ ഈ ഘട്ടത്തിലൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഈ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ സാധിക്കുമോ, ഈ ആംഗ്യം കാണിച്ചാൽ അത് കാറിലുള്ള ആൾക്ക് കാണാൻ സാധിക്കുമോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു. എന്തായാലും പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കന്റോൺമെന്റ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. മറ്റ് അന്വേഷണങ്ങളെല്ലാം പാതിവഴിയിലാണ്. മെമ്മറി കാർഡ് ഇതുവരെ എങ്ങനെ നഷ്ടപ്പെട്ടു, ഏത് തരത്തിൽ നഷ്ടപ്പെട്ടു, ഈ സംഭവങ്ങളാകെ പുനരാവിഷ്കരിച്ചുകൊണ്ടാണ് പോലീസ് ഈ കാര്യത്തിൽ വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ MLA ബസ്സിനകത്ത് കയറിയിരുന്നുവെന്നും ബസ് ഡിപ്പോയിലേക്ക് പോകാൻ നിർദ്ദേശം നൽകിയിരുന്നു എന്നുമുള്ള സാക്ഷിമൊഴിയും കണ്ടക്ടറുടെ മൊഴിയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. AV ജയശങ്കറാണ് തിരുവനന്തപുരത്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.